ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ IT പാഠപുസ്തകത്തിലെ 10ാമത്തെ അധ്യായമായ അവതരണം അനായാസം എന്ന പാഠഭാഗത്തുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് ഇന്ന് മക്കളെ പരിചയപ്പെടുന്നത്. ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത് ലിബ്രിയോഫീസ് ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയറിലാണ്. ലിബ്രിയോഫീസ് ഇംപ്രസ് തുറക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ ഇംപ്രസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് ഇംപ്രസിൻ്റെ ലോഗോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്ന ഈ ഒരു ജാലകത്തിൽ നിന്ന് ആവശ്യമായ ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യുക. ഇവിടെയുള്ള ടെംപ്ലേറ്റ്സ് ആവശ്യമില്ല എങ്കിൽ ഈ ഒരു ജാലകം ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് സ്ലൈഡിന് എങ്ങനെയാണ് പശ്ചാത്തല നിറം, അതായത് ബാക്ക്ഗ്രൗണ്ട് കളറ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതാണ് സൈഡ് ബാറിലുള്ള പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളറ്, ഗ്രേഡിയൻറ്റ്, ഹാച്ചിങ്, വിറ്റ് മാപ്പ്, പാറ്റേൺ ഇതിൽ ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കളർ നൽകാൻ പറ്റും. ഈ രീതിയിൽ ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സ്ലൈഡ് മെനുവിലെ സ്ലൈഡ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ സ്ലൈഡ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് ഇവിടുന്ന് നമുക്ക് ആവശ്യമായ കളറ് ക്വസ്റ്റ്യനിൽ പറയും ഏത് കളറാണ് കൊടുക്കേണ്ടതെന്ന്. അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡിന് കളർ നൽകാം. ഇവിടെയും ഗ്രേഡിയൻ്റ്, ഇമേജ്, പാറ്റേൺ, ഹാച്ച് പല ടൈപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു സ്ലൈഡിൽ ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ പറയും. ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. ക്വസ്റ്റ്യനിൽ എന്ത് പേരാണോ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത് അവിടെ ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് എഴുതി കൊടുക്കുക. ഇനി അതിൻ്റെ ഫോണ്ട് സൈസും ഫോണ്ട് നെയിമും കളറെല്ലാം മാറ്റാൻ പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡിലെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോണ്ട് നെയിം, ആവശ്യമായ ഫോണ്ട് നെയിം സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ഫോണ്ട് നെയിം സെലക്ട് ചെയ്യുക. അപ്പോഴേ ആ ഒരു ഫോണ്ട് നെയിം ഇതിലേക്ക് വന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഇവിടുന്ന് കൂട്ടാം. ആവശ്യമായ ഫോണ്ട് സൈസും ഇവിടുന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇവിടെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കുക, ഇറ്റാലിക്സ് വേണമെങ്കിൽ ഇറ്റാലിക്സ്. ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഇറ്റാലിക്സ് ആവും. വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഇറ്റാലിക്സ് പോകും. അതുപോലെ തന്നെ ബോൾഡിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ബോൾഡ് ആകും. വീണ്ടും ക്ലിക്ക് ചെയ്താൽ ആ ബോൾഡ് പോകും. ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ടെക്സ്റ്റിന് കളർ നൽകുന്നതിന് വേണ്ടി, അതായത് നമ്മൾ എഴുതി കൊടുത്ത വാചകത്തിന് കളർ നൽകുന്നതിന് വേണ്ടി ഫോണ്ട് കളറിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഫോണ്ട് കളറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പല ടൈപ്പിലുള്ള കളർ ഇവിടെ ലഭ്യമാണ്. ഇതിനനുസരിച്ച് നമുക്ക് ഏതാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കളറ് ടെക്സ്റ്റിന് കൊടുക്കുക. ഏതാണോ കളർ നൽകേണ്ടത് അതിനനുസരിച്ച് ടെക്സ്റ്റിന് നമുക്ക് കളർ കൊടുക്കാം. പിന്നെ ഈ ടെക്സ്റ്റിന് അനിമേഷൻ നൽകാൻ പറഞ്ഞാൽ ടെക്സ്റ്റിനാണ് അനിമേഷൻ നൽകേണ്ടത്. ടെക്സ്റ്റ് പല രീതിയിൽ ആകർഷകമാക്കുന്നതിന് വേണ്ടിയാണ് അനിമേഷൻ ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റിനാണ് അനിമേഷൻ നൽകുന്നത്. അനിമേഷൻ നൽകുന്നതിന് വേണ്ടി സൈഡ് ബാറിലുള്ള അനിമേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പല ടൈപ്പിലുള്ള അനിമേഷൻ ലഭ്യമാണ്. അപ്പിയർ, ഫ്ലൈ ഇൻ, ഒരുപക്ഷെ ഇത് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പിയർ, ഫ്ലൈ ഇൻ, ബോക്സ്, ചെക്ക് ബോർഡ്, സർക്കിള് നൽകേണ്ട അനിമേഷനുകളാണെന്ന് മനസ്സിലാക്കുക. ഫ്ലൈ ഇൻ സ്ലോ, ഡയമണ്ട് പല ടൈപ്പിലുണ്ട്. അത് മനസ്സിലാക്കുക മക്കൾ. ഇനി നമുക്ക്
ട്രാൻസിഷൻ നൽകാനാണ് പറയുന്നത്. ട്രാൻസിഷൻ നൽകാൻ പറഞ്ഞാൽ ട്രാൻസിഷൻ നൽകേണ്ട സ്ലൈഡ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈഡ് ബാറിലുള്ള സ്ലൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. സ്ലൈഡുകൾ പല രീതിയിൽ ചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്ലൈഡ് ട്രാൻസിഷൻ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, അതും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇംപ്രസ്സിൽ സ്ലൈഡ് ട്രാൻസിഷൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ തിയറി ക്വസ്റ്റ്യൻ ആണ്. സ്ലൈഡുകൾ ആകർഷകമായ രീതിയിൽ ദൃശ്യമാക്കാനാണ് നമ്മൾ സ്ലൈഡ് ട്രാൻസിഷൻ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇവിടെ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡ് കൊടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ സ്ലൈഡിലും ഒരേ ട്രാൻസിഷൻ ലഭ്യമാകുമെന്നും മനസ്സിലാക്കുക. ഇതും പ്രധാനപ്പെട്ടതാണ്. ഈ രീതിയിലാണ് ട്രാൻസിഷൻ നൽകേണ്ടത്. ഈ ഒരു സ്ലൈഡിലേക്ക് ചിത്രം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇൻസേർട്ട് ഇമേജിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇതാണ് ഇൻസേർട്ട് ഇമേജ്. ഇൻസേർട്ട് ഇമേജ് എന്ന ടൂൾ ഉപയോഗിക്കാം. ചിത്രം കൊണ്ടുവരാൻ ഇൻസേർട്ട് ഇമേജ് എന്ന ടൂൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മെനു ബാറിലെ ഇൻസേർട്ട് ഇമേജ് ഉപയോഗിക്കാം. ഇതും രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. തിയറി ക്വസ്റ്റ്യൻ: ചിത്രം ഉൾപ്പെടുന്നത് ഇൻസേർട്ട് ഇമേജ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ടൂൾ ബാറിലെ ഇൻസേർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം ഉൾപ്പെടുത്താമെന്നും മനസ്സിലാക്കുക. ഇവിടെ നിന്നാണോ ചിത്രം ഉൾപ്പെടുത്തേണ്ടത് അവിടുന്ന് ചിത്രം ഉൾപ്പെടുത്തുക. എക്സാമിന് ഇമേജ് 8 നിന്നാണ് ചിത്രം ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഇമേജ് 8 ആനുവൽ എക്സാം ഇവിടെ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇമേജ് 8 നിന്നായിരിക്കണം ചിത്രം കൊണ്ടുവരേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സ്കൂൾ റിസോഴ്സസ് നിന്നാണ് ചിത്രം ഉൾപ്പെടുന്നത്. മക്കൾ ഇമേജ് 8 നിന്നാണ് ചിത്രം ഉൾപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ചിത്രത്തിൻ്റെ വലുപ്പം ക്രമീകരിക്കാം. ഇങ്ങനെയാണ് ഇൻസേർട്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ചിത്രം ഉൾപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലാക്കുക. മക്കൾ ഇങ്ങനെയൊരു മോഡൽ ക്വസ്റ്റ്യൻസ് മക്കൾ നന്നായി പഠിക്കുക. പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ന്യൂ സ്ലൈഡ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതിപ്പം കളയണമെങ്കിൽ, ഈ ടെക്സ്റ്റ് ബോക്സ് കളയണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്താൽ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് അദൃശ്യമായതായി കാണാൻ സാധിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. നമുക്ക് ആവശ്യമായ ടെക്സ്റ്റ് ബോക്സ് ഇവിടുന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് വരക്കാം. ആവശ്യമുള്ള ടൈറ്റിൽ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണെന്ന് മനസ്സിലാക്കാം. ഈ ഒരു സ്ലൈഡിൻ്റെ കളർ മാറ്റുന്നതിന് വേണ്ടി സ്ലൈഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. കളറ് ആവശ്യമായ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഈ ഒരു സ്ലൈഡിൻ്റെ കളർ മാറിയതായി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമായ ടെക്സ്റ്റും ഇമേജെല്ലാം ഉൾപ്പെടുത്താം. അതിൻ്റെ ആനിമേഷനും മാറ്റാം, ട്രാൻസിഷൻ മാറ്റാൻ പറ്റും. ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സൈഡ് ക്ലിക്ക് ചെയ്താൽ എല്ലാ സ്ലൈഡിലും ആ ഒരു ട്രാൻസിഷൻ വന്നതായിട്ടും കാണാൻ പറ്റും. ഈ രീതിയിലാണ് ട്രാൻസിഷൻ സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ എക്സാമിന് എക്സാം ഡോക്യുമെൻറ്റ്സ് 8 ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അതിന് ട്രാൻസിഷൻ നൽകാൻ പറയും, അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻ നൽകാൻ പറയും, അല്ലെങ്കിൽ ടെക്സ്റ്റിന് അനിമേഷൻ നൽകാൻ പറയും. അതും മക്കളെ പരിചയപ്പെടുത്താം. എക്സാമിന് നിങ്ങൾ ഈ ഒരു ഫയൽസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എക്സാം ഡോക്യുമെൻറ്റ്സ് 8 പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇമേജ് 8 പോകണമെങ്കിൽ മക്കൾ ചെയ്യേണ്ടത് ഫയൽസ് എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഹോം എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എക്സാം ഡോക്യുമെൻറ്റ്സ് 8 ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഞാനിപ്പോൾ സ്കൂൾ റിസോഴ്സസിലെ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. എക്സാമിന് ഒരു പക്ഷേ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം
ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടാവും, OTP ഫയൽ. ഇത് OTP ഫയൽ എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഫയലാണെന്ന് മനസ്സിലാക്കാം. ഒന്നുകിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് ഇംപ്രസ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ലിബർ ഓഫീസ് ഇംപ്രസിലായിരിക്കും തുറന്നു വരുന്നത്. ഇങ്ങനെ തുറന്നു വന്ന് എക്സാം ഡോക്യുമെൻറ്റ്സ് 8 ഒരു ഫയൽ തുറന്നു വന്ന് അതിൽ മാറ്റം വരുത്താൻ പറഞ്ഞാൽ മക്കൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക, രണ്ടാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്ത് ഇതിലത്തെ ഫസ്റ്റ് സ്ലൈഡിന് ഒരുപക്ഷെ ആ ഒരു ഫസ്റ്റ് സ്ലൈഡിൻ്റെ എഴുതിയ ടെക്സ്റ്റിനെ കളർ മാറ്റാനും അതുപോലെ തന്നെ ഫോണ്ട് നെയിം മാറ്റാനും പറഞ്ഞാൽ ഈ സൈഡ് ബാറിലുള്ള പ്രോപ്പർട്ടീസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഫോണ്ട് നെയിം മാറ്റി കൊടുക്കാം. സെർച്ച് ബാറിൽ എഴുതി കൊടുത്താലും മതി. ബിറ്റ് സ്ട്രീം ചാർട്ടർ എന്നത് എഴുതി കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ ആ ഒരു ഫോണ്ട് നെയിം ആയിരിക്കും വരിക. അതിനുശേഷം ഇതിൻ്റെ ഫോണ്ട് സൈസും നമുക്ക് കൂട്ടിക്കൊടുക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. ഇവിടെ ഫോണ്ടിൻ്റെ കളറും മാറ്റി കൊടുക്കാം. ആവശ്യമായ കളറ് മാറ്റി കൊടുക്കാം. ടെക്സ്റ്റിന് അനിമേഷൻ നൽകേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അനിമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബോക്സ് എന്ന അനിമേഷൻ കൊടുക്കണമെങ്കിൽ ബോക്സ് എന്ന അനിമേഷൻ കൊടുക്കുക. ട്രാൻസിഷൻ നൽകാൻ പറഞ്ഞാൽ ട്രാൻസിഷൻ നൽകേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്ലൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. ആവശ്യമായ ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അപ്ലൈ ട്രാൻസിഷൻ ടു ഓൾ സ്ലൈഡ് നൽകിയാൽ എല്ലാ സ്ലൈഡുകൾക്കും ഒരേ ട്രാൻസിഷൻ ലഭ്യമായതായി കാണാൻ സാധിക്കും. നൽകുന്നതിന് വേണ്ടി ആദ്യം ഇൻ്ററാക്ഷൻ നൽകേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻ്ററാക്ഷൻ മൗസിൻ്റെ വലതുവട്ടം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻ്ററാക്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക് എന്നതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻസിൽ നിന്ന് ഗോ ടു പേജ് ഓർ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ഈ ഒരു ജാലകത്തിൽ നമ്മൾ ഏത് സ്ലൈഡിലേക്കാണോ ഇൻ്ററാക്ഷൻ നൽകേണ്ടത് ആ സ്ലൈഡിൻ്റെ നമ്പർ, സ്ലൈഡ് 7ാമത്തെ സ്ലൈഡിലാണെങ്കിൽ 7ാമത്തെ സ്ലൈഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2ാമത്തെ സ്ലൈഡിൽ നമ്മൾ പ്രസൻറ്റേഷൻ കാണുന്ന സമയത്ത് സ്ട്രക്ചർ ഓഫ് സെൽ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഇൻ്ററാക്ഷൻ നമ്മൾ നൽകിയത് കൊണ്ട് 7ാമത്തെ സ്ലൈഡുമായിട്ട് കണക്റ്റ് ആകുന്നതായി കാണാൻ സാധിക്കും. ആ ഒരു പ്രവർത്തനം നോക്കാം. സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ കാണുന്നതിന് വേണ്ടി സ്ലൈഡ് ഷോയിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ഷോർട്ട് കീയാണ് F5. സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡ് ഷോയിലെ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ പ്രസൻറ്റേഷൻ കാണാൻ സാധിക്കും. ഈ സ്ട്രക്ചർ ഓഫ് സെൽ 2ാമത്തെ സ്ലൈഡിൽ നിന്ന് നമ്മൾ ഇൻ്ററാക്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്ററാക്ഷൻ നൽകിയത് കൊണ്ട് ഒരു കൈയുടെ ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻ്ററാക്ഷൻ നൽകിയ സ്ലൈഡ് 2ാമത്തെ സ്ലൈഡിൽ നിന്ന് 7ാമത്തെ സ്ലൈഡിലേക്ക് പോകുവാനാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് സെൽ എന്നതിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു 7ാമത്തെ സ്ലൈഡുമായിട്ട് ലിങ്ക് ആയതായി കാണാൻ സാധിക്കും. 7ാമത്തെ സ്ലൈഡിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു രീതിയിലാണ് ഇൻ്ററാക്ഷൻ നൽകേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇതാണ് പ്രസൻറ്റേഷനിൽ നിന്ന് വരുന്നത് ഇത്തരത്തിലുള്ള മോഡൽ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.